അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുതുബി 89. ഖുതുബിയിലെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഗ്രൂപ്പ് മാറി വന്നതാണ്. അതിവിടെ നടക്കുന്ന ക്ലാസ് സബക്ക് വേറെ ഉസ്താദിന് വിടുന്നുണ്ട്. ഞാനത് വിട്ടപ്പോൾ മാറിയതാണ്. ഖുതുബി 89. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിഇദ്നില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാത്തിനിന്റെ കൗല്. കാല വൈലം യകുൻ തമാമൽ മുസ്തറക്കി ബൈനഹ വ ബൈന നൗഇൻ ആഖറ. നമ്മൾ പറഞ്ഞു ഒരു കുല്ലി അത് തമാമുൽ മാഹിയത്ത് ആവാം, അല്ലെങ്കിൽ തമാമുൽ മാഹിയത്ത് ആവാതിരിക്കും. മനസ്സിലായ? അപ്പൊ ആ പറഞ്ഞ തർദീദുണ്ടല്ലോ, അതിന്റെ രണ്ടാമത്തെ ശിക്കാണ് ചർച്ച ചെയ്യുന്നത്. വൈലം യകുൻ, ഇനി അതായിട്ടില്ലെങ്കിൽ ഒരു കുല്ലി ആയില്ല. വൈലം യകുൻ, ഒരു കുല്ലി ആയില്ല. തമാമൽ മുസ്തറക്കി, അത് തമാമു മുസ്തറക്കായിട്ട് വന്നില്ല. എവിടെ? ബൈനഹ, ഒരു മാഹിയത്തിന്റെയും ബൈന നൗഇൻ ആഖറ, മറ്റൊരു നൗഇന്റെയും ഇടയിൽ. അപ്പൊ ഒരു മാഹിയത്തിന്റെയും വേറൊരു നൗഇന്റെയും ഇടയിൽ ഈ ഒരു കുല്ലി തമാമു മുസ്തറക്ക് ആവാതെ വന്നു. ഫലാബുദ്ധ, അപ്പം അത്യാവശ്യമാകും എന്ത്? ഇമ്മ അല്ല യകൂന മുസ്തറക്കം ബൈനൽ മാഹിയത്തി വ ബൈന നൗഇൻ ആഖറ അസ്ലൻ. ഒരു മാഹിയത്തിന്റെയും മറ്റൊരു നൗഇന്റെയും ഇടയിൽ തീരെ മുസ്തറക്കാവാതെ വരാം. അവിടെ രണ്ടാമത്തെ രൂപം തീരെ മുസ്തറക്ക് ആവാതെ വരാം. ഉദാഹരണം ഏതുപോലെ? കന്നാത്തിഖി ബിന്നിസ്ബതി ഇലൽ ഇൻസാനി, ഇൻസാനിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നാത്തിഖ് എന്നുള്ളത് പോലെ. കാരണം നാത്തിഖ് ഒരു കുല്ലിയാണ്. അത് പിന്നെ ഇൻസാനിന്റെ ഇടയില് തമാമു മുസ്തറക്ക്, അത് ഇൻസാനിന്റെയും അതുപോലെ ഫറസിന്റെയും ഇടയിൽ തമാമു മുസ്തറക്കല്ല. ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുമ്പോഴുള്ള നാത്തിക്ക്, ആ നാത്തിക്ക് എന്തല്ല, പിന്നെ തമാമു മുസ്തറക്കല്ല. ഇപ്പം ഇൻസാനിന്റെയും അതുപോലെ ഫറസിന്റെയും ഇടയിൽ നാത്തിക്ക് അസല നിരക്ക് തമാമു മുസ്തറക്കാവൂല. അല്ലെങ്കിൽ ഔ യകൂന, അല്ലെങ്കിൽ ആ കുല്ലി ആവാം ബഅളം മിൻ തമാമിൽ മുസ്തറക്ക്, തമാമു മുസ്തറക്കിൽപ്പെട്ട ബഅളായിട്ട് വരാം. തമാമു മുസ്തറക്കിൽ നിന്നുള്ള ബഅള്, അത് തന്നെ മുസാവിയൻ ലഹു. മനസ്സിലായ? മുസാവിയൻ ലഹു, മനസ്സിലായില്ലേ? ആ കുല്ലി ഏതാവാ? തമാമു മുസ്തറക്കിൽ നിന്നുള്ള ബഅളാവാ. എങ്ങനത്തെ തമാമു മുസ്തറക്കിൽ നിന്നുള്ള ബഅളാണ് അത്? തമാമു മുസ്തറക്കിനോട് എന്താവും? മുസാവിയാവും. മുസാവിയാകുന്ന ബഅളായിട്ട് വരാം. ഉദാഹരണം ഏതുപോലെ? കൽ ഹസ്സാസി, ഹസ്സാസ് പോലെ. ഈ ഹസ്സാസ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ അത് തമാമു മുസ്തറക്കിന്റെ ബഅളാണ്. കാരണം ഇപ്പൊ ഇൻസാനാവണമെങ്കിൽ അൽ ഹസ്സാസു നാത്തിഖു എന്ന് പറയണം. അപ്പൊ ഇൻസാന് നമുക്ക് പറയാം. നേരെ ഒരു ഹസ്സാസ് എന്നുള്ളത് ഇൻസാനിലേക്ക് ചേർക്കുമ്പോൾ അത് തമാമു മുസ്തറക്കല്ല. തമാമു മുസ്തറക്കല്ല, തമാമു മുസ്തറക്കിൽപ്പെട്ട ബഅളാണ്. തമാമു മുസ്തറക്കിൽപ്പെട്ടതായ ബഅളാണ്. മനസ്സിലായ? അപ്പൊ തമാമു മുസ്തറക്കിൽപ്പെട്ട ബഅളാണ് ഏത്?
ഈ പറഞ്ഞ ഹസാസ് എന്നുള്ളത്. ഇല്ല, ഇനി അങ്ങനല്ല. ഈ തമാമ മുസ്തറക്കിൽ നിന്നുള്ളതായ ബഅദ് അല്ല. അപ്പൊ എന്താവും? ലഖാന. അപ്പൊ ഈ പറയപ്പെട്ടതായ കുല്ലി ആവും മുസ്തറക്കം ബൈനൽ മാഹിയത്തി വ നൗഇൻ ആഖറ. വേറെ ഒരു നൗഇന്റെയും മാഹിയത്തിന്റെയും ഇടയിൽ മുസ്തറക്കായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് വലാ യജൂസു, ജായിസാവുകയില്ല, അയ്യക്കൂന, അത് ആവല് തമാമൽ മുസ്തറക്കി, തമാം മുസ്തറക്കാവാൻ പറ്റുകയില്ല, ബിൻ നിസ്ബത്തി ഇലൻ ദാലിക നൗഇ, ആ നൗഇലേക്ക് ചേർക്കുമ്പോൾ അതെന്തല്ല, തമാം മുസ്തറക്കല്ല. കാരണം അന്നൽ മുഖദ്ദറ, തീർച്ചയായിട്ടും സങ്കല്പിക്കപ്പെട്ടത്, ഖിലാഫുഹു, അതിന്റെ ഓപ്പോസിറ്റാണ്. കാരണം തമാം മുസ്തറക്കല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തമാം മുസ്തറക്കിന്റെ ബഅദാണ് ബൽ ബഅദു. അതോടുകൂടി വലാ യതസൽസലും, അവിടെ തസൽസലും വരൂല. മനസ്സിലായ? ബൽ യന്തഹി, എങ്കിലും അത് അറ്റമാകുന്നതാണ്. എങ്ങോട്ട് അറ്റമാവും? ഇലാമ, ഒന്നിലേക്ക്, ഒരു കുല്ലിയിലേക്ക്. ഇസാബിഹി, അത് ഈ പറയപ്പെട്ടതിനോട് എന്താവും? ഈ പറയപ്പെട്ട ഇതിനോട് അത് മുസാവിയായിട്ട് വരും. അപ്പോൾ ഫയക്കൂനു, അപ്പൊ ആ ജുസ് ആയി വന്ന ആ ജുസ് ആവാം ഫസില ജിൻസിൻ, ഒരു ജിൻസിന്റെ ഫസിലായിട്ട് വരും. അപ്പൊ കൈഫമാക്കാന യുമയ്യിസുൽ മാഹിയത്ത്, അപ്പൊ ആ ജുസ് ഒരു മാഹിയത്തിനെ വേർതിരിക്കുമ്പോഴെല്ലാം അൻ മുശാരിക്കീഹ, അതിൽ കൂറായ മറ്റുള്ളവകളെ തൊട്ട്, മാഹിയത്തിനെ വേർതിരിക്കുമ്പോഴെല്ലാം എങ്ങനെ വേർതിരിക്കുന്നുവോ, കൈഫമാക്കാന യുമയ്യിസുൽ മാഹിയത്ത്, എങ്ങനെ വേർതിരിക്കുന്നുവോ, അത് ജിൻസിലാവാ, അല്ലെങ്കിൽ ഫീ വുജൂദിലാവാം. എങ്ങനെ വന്നാലും ഫക്കാന, ജുസ് ഏതാവാം? ഫസ്ല് ആയിട്ട് വരാം. നീ ശറഅ് പറയുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അഖൂലു, ഞാൻ പറയുന്നു, ഹാദാ, ഈ പറഞ്ഞത്, ബയാനുൽ ലിശ്ശിഖ്ഖി സാനി, രണ്ടാമത്തെ ഷിഖ്ഖിന്റെ ഹുക്മിനെ സുബൂത്താക്ക്. നമ്മളെ തർദീദിൽ നിന്നുള്ള രണ്ടാമത്തെ ഷിഖ്ഖിന്റെ ഹുക്മിനെ എന്ത് ചെയ്യാ? സുബൂത്താക്ക്. ഇതാണ് ഇപ്പം വിഷയം. ഹാദാ ബയാനുൽ ലിശ്ശിഖ്ഖി സാനി മിനത് തർദീദ്. അത് ഏതാണ്? ആ രണ്ടാമത്തെ ഷിഖ് ഏതാണ്? വഹുവ, അത് അന്ന ജുസ് അൽ മാഹിയത്ത്, ഒരു മാഹിയത്തിന്റെ ജുസ്, ഇപ്പൊ ഇൻസാൻ എടുക്കുക നമ്മൾ. ഈ ഇൻസാനി എന്ന് പറഞ്ഞ മാഹിയത്ത്, അതിന്റെ ഒരു ജുസ് ആണല്ലോ നാത്തിക്, അല്ലേ? ഈ നാത്തിക് ഇല്ലം യകുൻ തമാമൽ ജുസിൽ മുസ്തറക്, അത് ഒരു മുസ്തറക്കായ ജുസിന്റെ തമാമായില്ല. എവിടെ? ബൈനഹ വ ബൈന നൗഇയ്യത്തിൻ ആഖറ, ഒരു മായിയത്തിന്റെയും വേറൊരു നൗഇന്റെയും ഇടയിൽ അത് തമാമുൽ ജുസുൽ മുസ്തറക്കായിട്ട് വന്നില്ല. അപ്പൊ ഇൻസാനിന്റെ എന്ന മായിയത്തിന്റെ ജുസ് ആണ് നാത്തിക്, അല്ലേ? എന്നാൽ ഈ നാത്തിക് എന്നുള്ളത് ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ എന്തല്ല, അത് തമാമ് ജുസുൽ മുസ്തറക്ക് അല്ല. അത് ശരിയാണല്ലോ. ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു. വദാലിക, പറഞ്ഞത് എന്ന് പറഞ്ഞത്, അതായത് ഒരു മാഹിയത്തിന്റെ ജുസ് എന്തായി വന്നില്ല? അത് പിന്നെ ഒരു മാഹിയത്തിന്റെയും വേറൊരു മാഹിയത്തിന്റെയും ഇടയിൽ തമാമു ജുസുൽ മുസ്തറക്കായി വന്നില്ലെങ്കിൽ അത് ഫസ്ലാകുന്ന തന്നെ, യകൂനു ഫസ്ല, അത് ഫസ്ലാകുന്ന പറഞ്ഞു. അത് ഫസ്ലാകുമെന്ന് പറഞ്ഞു. എങ്കിൽ വദാലിക, അങ്ങനെ ഫസ്ലാകുമെന്ന് പറയാനുള്ള കാരണം പറയാൻ, ഈ അന്ന അഹദൽ അംറൈനി,
രണ്ടു വിഷയം ലാസിമുൻ അലാ ദാലിക തഖ്ദീർ, ഈ പറയപ്പെട്ട സങ്കല്പന പ്രകാരം രണ്ട് വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട്, ലാസിമാകുന്നുണ്ട്. രണ്ടു കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അലാ ദാലിക തഖ്ദീർ, നമ്മളിപ്പോ ഈ പറയപ്പെട്ട തഖ്ദീർ പ്രകാരം, നമ്മൾ ഈ പറയപ്പെട്ടതായ തഖ്ദീർ എങ്ങനെ, അത് തമാം ജുസുൽ മുസ്തറക്ക് അല്ല എന്നുള്ള തഖ്ദീർ പ്രകാരം അത് ഏതാണ്? ആ രണ്ട് കാര്യം ഏതാണ്? വഹുവ, ഒരു കാര്യം അന്ന ദാലിക്കൽ ജുസ്അ, ഈ പറയപ്പെട്ട മുസ്തറക്കായ ജുസ്, ഈ ജുസ് ഇമ്മ അല്ലാ യകൂന മുസ്തറക്കൻ, ഇമ്മ അല്ലാ യകൂന, ആ ജുസ് ആവാതെ വരാം, മുസ്തറക്കൻ, മുസ്തറക്ക് ആവാതെ വരാം, അസ്ലൻ തീരെ മുസ്തറക്കാവൂല. വബൈനൽ മാഹിയത്തി വബൈന നൗഇൻ ആഖറ, ഒരു മാഹിയത്തിന്റെയും വേറൊരു മാഹിയത്തിന്റെയും ഇടയിൽ ഒരിക്കലും അതെന്താവൂല, മുസ്തറക്കാവൂല. ഒരിക്കലും അത് ഏതായിട്ട് വരൂല, മുസ്തറക്കാവൂല. ഒരിക്കലും അത് മുസ്തറക്കാവൂല. ഇപ്പൊ ഉദാഹരണം പറയാം, നമുക്ക് നാത്തികെടുക്ക. ഈ നാത്തിക്ക് എന്ന് പറയുന്നത് ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ അത് മുസ്തറക്കായതാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം നാത്തിക്കിനിക്ക്, ഇൻസാനിക്ക് നാത്തിക്ക് ഖാസായതാണ്. നേരെ മറിച്ചുകൊണ്ട് ഈ ഫറസിനിക്ക് നാത്തിക്കില്ല, അത് വൈറുനാത്തിക്ക. ഇൻസാന് ഫറസ് വൈറുനാത്തിക്കാണല്ല. അപ്പൊ ഇൻസാനിക്ക് മാത്രം ബാധകമായതാണ് ഏത്, നാത്തിക്ക് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താവാ, ഔ യകൂന, അല്ലെങ്കിൽ ആ ജുസ് ആയിട്ട് വരാം ബഅളം മിൻ തമാമിൽ മുസ്തറക്, തമാമ് മുസ്തറക്കിൽ നിന്നുള്ള ബഅളായിട്ട് വരാം. തമാം മുസ്തറക്കാണ്, പക്ഷേ തമാം മുസ്തറക്കിൽ നിന്നുള്ള എന്താണ്, ബഅളായിട്ട് വരും. മനസ്സിലായില്ലേ? തമാം മുസ്തറക്കിൽ പെട്ടതായ ബഅളായിട്ട് വരും. തമാം മുസ്തറക്കിൽ പെട്ട ബഅളായിട്ട് വരുമ്പോ ഹസ്സാസ് നമ്മൾ ഇൻസാനിലേക്ക് ചേർക്കുമ്പോഴുള്ള ഹസ്സാസ് ഉണ്ടല്ലോ, ഈ ഹസ്സാസ് എന്ന് പറയുന്നത് ഇൻസാനിന്റെയും ഫറസിന്റെയും ഇടയിൽ അത് തമാമ മുസ്തറക്കല്ല, തമാമ മുസ്തറക്കിൽ നിന്നുള്ള ബഅള, തമാമ മുസ്തറക്കിൽ നിന്നുള്ളതായ ബഅളാണ്. കാരണം ഇൻസാൻ ആവണമെങ്കിൽ വെറും ഹസ്സാസ് ആയാൽ മാത്രം പോരാ. അതുപോലെ ഫറസ് ആവണമെങ്കിൽ വെറും ഹസ്സാസ് ആയാൽ അതും പോരാ. ഹസ്സാസ് എന്നുള്ളത് അയവാൻക്ക് ഉണ്ടാകുന്ന കാര്യമാണല്ലോ. അപ്പൊ എന്തെന്ന് പറയാൻ പറ്റൂല, തമാം മുസ്തറക്കിൽപ്പെട്ടതായ ബഅളാണ് എന്ന് പറയാം. മനസ്സിലായില്ലേ? എങ്ങനത്തതായ ബഅളാണ്? മുസാവിയൻ ലഹു, അതിനോട് മുസാവിയായ. മനസ്സിലായില്ലേ? ഏതിനോട് മുസാവിയ? തമാം മുസ്തറക്കിനോട് മുസാവിയായിട്ട് വരുമോന്ന്. അപ്പൊ ഈ പറയപ്പെട്ട ജുസ് തീരെ തമാം മുസ്തറക്കാവൂല, അല്ലെങ്കിൽ തമാമ മുസ്തറക്കിൽ നിന്നുള്ളതായ ബഅളാവും. ആ ബഅള് എങ്ങനത്തെ ബഅള്? മുസാവിയൻ ലഹു, ആ തമാം മുസ്തറക്കിനോട് അത് മുസാവിയായിട്ട് വരും. ഇനി നമ്മൾ നോക്കുക, അയ്യമ്മ കാന യക്കൂന് ഫസ്ല, എങ്ങനെ വന്നാലും യക്കൂന് ആ ജുസ് ഫസ്ലായിട്ട് വരും. ഏതാണ്ട് എങ്ങനെ വന്നാൽ തമാം മുസ്തറക്കിൽപ്പെട്ട ബഅള് ആയാലും, അതുപോലെ തന്നെ തീരെ തമാം മുസ്തറക്ക് ആവാതെ വന്നാൽ, ഒരു മായ്യത്തിന്റെയും വേറെ മായ്യത്തിന്റെ ഇടയിൽ തീരെ തമാം മുസ്തറക്ക് ആവാതെ വന്നാലും തമാം മുസ്തറക്കിന്റെ ബഅളായി വന്നാലും രണ്ടും ഫസ്ലാവും. യക്കൂന് ഫസ്ല, അത് രണ്ടും ഏത് രൂപത്തിൽ വന്നാലും അത് ഫസ്ലാവും. ഇപ്പൊ ഉദാഹരണം പറയാം,
പിന്നെ നാത്തിക്ക് ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുമ്പോഴുള്ള നാത്തിക്ക്, അതുപോലെ തന്നെ പിന്നെ ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുമ്പോഴുള്ള നാത്തിക്ക്, പിന്നെ ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുമ്പോഴുള്ള ഹസാസ്, രണ്ടും ഫസലാണല്ലോ. ഇൻസാനിന്റെ ഫസലാണ് ഏത് ഹസാസ് എന്ന് പറയാം, ഫസൽ ബഈദാന്ന് മാത്രം. അതേപോലെ തന്നെ നാത്തിക്കും ഫസലാണ്, പക്ഷെ അത് ഫസൽ ഖരീബാണെന്ന് മാത്രം. എങ്കിൽ അമ്മാ ലുസൂമു അഹദിൽ അംറൈനി, എന്നാൽ ഇവരെ രണ്ടു കാര്യം ലാസിമാകുമെന്ന് പറഞ്ഞല്ലോ. എത്ര രണ്ടു കാര്യങ്ങൾ ഇവിടെ എന്തായി വരുന്നുണ്ട്, ലാസിമാകുന്നുണ്ട് എന്ന് പറഞ്ഞു. രണ്ട് കാര്യം ഇവര് പറഞ്ഞല്ലോ. അതായത് ഈ പറയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് തമാം മുസ്തറക്കിന്റെ തമാമും, അതായത് മായത്തിന്റെ വേറെ നൗഇന്റെ ഏത് മുസ്തറക്കായ ജുസിന്റെ തമാമ് ആവാതെ വരുമ്പം അവിടെ ഏത് പറഞ്ഞു നമ്മൾ, രണ്ടു വിഷയത്തിൽപ്പെട്ട രണ്ടു കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത്, ഈ പറയപ്പെട്ട ജുസ് തീരെ തമാം മുസ്തറക്കാവാതെ വരാം, അല്ലെങ്കിൽ ഏതായിട്ട് വരാം, പിന്നെ തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദായിട്ട് വരാം. അതാ പറഞ്ഞത് അമ്മാ ലുസൂമു അഹദിൽ അംറൈനി, ഈ രണ്ടു കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഇവിടെ ലാസിമാവുക എന്ന് പറഞ്ഞ വിഷയം ഇവിടെ ലാസിമായിക്കുന്നില്ല. ഈ രണ്ടു കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം ഇവിടെ ലാസിമായി വരുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? പരി അന്നൽ ജുസ്, തീർച്ചയായിട്ടും ഒരു ജുസ്. തീർച്ചയായിട്ടും ജുസ് ഇല്ലം യകുൻ തമാമൽ മുസ്തറക്, ആ ജുസ് എന്തായിട്ട് വന്നില്ല? തമാമുൽ മുസ്തറക്കായിട്ട് വന്നില്ല. ഒരു ജുസ് അത് ഏതായി വന്നില്ല? തമാമുൽ മുസ്തറക്കായിട്ട് വന്നില്ല. അപ്പോൾ വൈമ അല്ല യകൂന മുസ്തറക്കൻ അസ്ല, തീരെ മുസ്തറക്കാവാതെ വരും. തീരെ മുസ്തറക്ക്, എവിടെ മുസ്തറക്ക്? ഒരു മായത്തിന്റെ വേറൊരു നൗഇന്റെയും ഇടയിൽ തീരെ മുസ്തറക്കാവാതെ വരും. ഉദാഹരണം ഏതുപോലെ? നാത്തിക്ക് പോലെ. ഇതാണ് ഒന്നാമത്തെ പടി, ഒന്നാമത്തെ വിഷയം. അല്ലെങ്കിൽ ഔ യകൂന മുസ്തറക്കൻ, അല്ലെങ്കിൽ ആ പറയപ്പെട്ടതായ ജുസ് അത് മുസ്തറക്കാവാം, പക്ഷെ വലാ യകൂന തമാമൽ മുസ്തറക്ക്, തമാം മുസ്തറക്കാവൂല എന്ന് മാത്രം. തമാമ മുസ്തറക്കാവൂലാന്ന് ബൽ ബഅള, എങ്കിലും ബഅളായിട്ട് വരും. തമാം മുസ്തറക്കല്ല, പക്ഷെ എന്തായിട്ട് വരാം? ബഅളായിട്ട് വരാം. ഇപ്പൊ റാജിക്കൽ ബഅദു, ആ ബഅദ് നമ്മൾ പറഞ്ഞ ബഅദുണ്ടല്ലോ, ആ ബഅദ് ഇവിടെ ബഅദായിട്ട് വരാമെന്നപ്പോ ഉദാഹരണം പറയാം, ഹസ്സാസ് എടുക്കാം. അത് ഇമ്മ അയ്യക്കൂന, ഒരു പക്ഷേ ഈ പറയപ്പെട്ട ബഅദ് ആകും മുബായിനൻ, അത് എതിരായിട്ട് വരും. എന്തിനോട് എതിരായിട്ട് വരും? ഈ തമാമിൽ മുസ്തറക്കി, തമാമു മുസ്തറക്കിനോട് എന്തായിട്ട് വരും? എതിരായിട്ട് വരും. തമാമ് മുസ്തറക്കിനോട് എതിരായിട്ട് വരാം. അല്ലെങ്കിൽ അഹസ്സ മിന്നു, എങ്കിൽ തമാം മുസ്തറക്കിനേക്കാളും അഹസ്സായിട്ട് വരാം. അല്ലെങ്കിൽ തമാമ മുസ്തറക്കിനേക്കാളും അമ്മായിട്ട് വരാം. അല്ലെങ്കിൽ തമാമ മുസ്തറക്കിനോട് മുസാവിയായിട്ട് വരാം. തെർദീദിട്ട് പറയാണ് മുബായിനാകുന്ന പദ്ധതി ഉണ്ടോ ഇല്ല എന്നല്ല അവിടെ നോട്ടുള്ളത്. അവിടെ വിഷയം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഈ തമാമ മുസ്തറക്കല്ലാതെ തമാമുൽ മുസ്തറക്കായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ബഅദുൽ മുസ്തറക്ക്, ബഅദു തമാമല്ല, ബഅദുൽ മുസ്തറക്കായിട്ട് വരുന്നത് അത് ഒരു പക്ഷേ തമാം മുസ്തറക്കിനോട് മുബായിനാവാം, എങ്കിൽ തമാം മുസ്തറക്കിനെ തൊട്ട് ഖാസായിട്ട് വരാം, എങ്കിൽ അല്ലെങ്കിൽ തമാം മുസ്തറക്കിനേക്കാളും മഅമ്മായിട്ട് വരാം, മുസാവിയായിട്ട് വരാം. എങ്കിൽ ഞാൻ ജാഗ അവിടാണ് ചർച്ച.
ലാ ജാസ, പക്ഷെ ജായിസ് ആവൂല. അയ്യക്കൂനൽ ബയലു, ആ ബയല് ആവല് ജായിസ് ആവൂല. ഇവിടെ ഏത് ബയല് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തമാം മുസ്തറക്കിന്റെ അല്ല, മുസ്തറക്കിന്റെ തമാമല്ല, പക്ഷെ മുസ്തറക്കിന്റെ ബയലാണെന്ന് പറഞ്ഞല്ല. അപ്പൊ ആ മുസ്തറക്കിന്റെ ബയലാകുക എന്ന് പറഞ്ഞ ആ ബയല് ഒരിക്കലും ഈ തമാമ മുസ്തറക്കിനോട് എതിരായിട്ട് വരില്ല. ഈ അസാസ് അസാസ് ഒരിക്കലും നാത്തിക്കിനോട് എതിരല്ലല്ലോ, മനസ്സിലായില്ലേ? ഒരിക്കലും തമാമ മുസ്തറക്കിനോട് എന്തായിട്ട് വരില്ല, എതിരായിട്ട് വരില്ല. കാരണം എന്താണ്? ഈ അന്നൽ കലാമ, തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം, ഈ അന്നൽ കലാമ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതായ വിഷയം ഫിൽ അജ്സാഇൽ മഹ്മൂലത്തി, ഫിൽ അജ്സായി ചില ജുസൂക്കളെ സംബന്ധിച്ചാണ്. എങ്ങനത്തെ ജുസൂക്കള്? അൽ മഹ്മൂലത്തി, ഹംദ് ചെയ്യപ്പെടുന്നതായ ജുസൂക്കൾ അഥവാ മാഹിയത്തുകൾ, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് ഏതായിട്ട് വരാം? ബയലായിട്ട് വരാം, തമാമുസ്തറക്കായിട്ട് വരാം. അപ്പൊ ഈ ബയലായാലും തമാമുസ്തറക്കായാലും അത് മാഹിയത്തിന്റെ മേൽ എന്തായിട്ട് വരും? ഹംദ് ചെയ്യപ്പെട്ട രൂപത്തിൽ വരുമല്ലോ. അത് അലി അന്നൽ കലാമ ബിൽ അജ്സായി മഹ്മൂലത്തി, ഹംദ് ചെയ്യപ്പെടുന്ന ജുസുക്കളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച. അപ്പൊ ഈ മുബായിനായ ഒന്ന് ഒരിക്കലും ഹംദ് ചെയ്യൂലല്ലോ. അപ്പൊ ഉദാഹരണം പറയാം, മഹ്മൂദ് മൗദൂയിനോട് എതിരായതായ ഒന്നാണെങ്കിൽ ഒരിക്കലും ഈ മഹ്മൂദിന്റെ മൗദൂയിന്റെ മേൽ ഹംദ് ചെയ്യൂല. അപ്പൊ ഉദാഹരണം പറയാം, സെയ്ദും ഫറസെന്ന് പറയോ? എങ്കിൽ സെയ്ദും സ്വാഹിലും പറയില്ല. കാരണം ഈ സ്വാഹിദ് എന്നുള്ളതിന് ഒരിക്കലും ഏതിന്റെ മേൽ ഹംദ് ചെയ്യൂല, ഈ സെയ്ദിന്റെ മേൽ ഹംദ് ചെയ്യൂല. അതുപോലെ ഫറസുൻ നാത്തിക്കും ഒരിക്കലും പറയില്ല. വമിനൽ മുഹാലി, മുഹാലായ കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? അയ്യക്കൂനൽ മഹ്മൂലു അല ഷെയ്യി, ഒരു ഷെയ്യിന്റെ മേൽ ഹംദ് ചെയ്യപ്പെടുന്ന ഒന്ന് മുബായിനല്ലഹു, ആ ഷെയ്യിനോട് മുബായിനാവാൻ പാടില്ല, എതിരായതാവാൻ പാടില്ല, എതിരായതാവാന് ഒരിക്കലും പാടില്ല. വല അഹസ്സ, അത് അഹസ്സായിട്ട് വരാനും പാടില്ല. വല അഹസ്സായിട്ട് വരാനും പാടില്ല. കാരണം എന്താണ്? യുജൂദിൽ ആമ്മി ബിദൂനിൽ അഹസ്സി, അഹസ്സില്ലെങ്കിലും ഏതുണ്ടാവാ? ആമ്മുണ്ടായിക്കൂടെ. അഹസ്സില്ലെങ്കിലും ആമ്മുണ്ടാവും. ഇപ്പൊ നാത്തിക്കില്ലെങ്കിലും ഹയവാൻ ഉണ്ടാവാം. മനസ്സിലായില്ലേ? നാത്തിക്കില്ലെങ്കിലും, നാത്തിക്ക് അഹസ്സാണ്, പക്ഷെ എന്നാലും ആമ്മാവുന്ന ഹയവാൻ ഉണ്ടാവാം. പറഞ്ഞ മനസ്സിലായ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞെന്തെന്ന്, അതായത് ഒരിക്കലും ഈ ബയല് ഈ മുസ്തറക്കിനോട് ഏതാവാൻ പാടില്ല, എതിരായതാവാൻ ഒരിക്കലും പാടില്ല. കാരണം എതിരായതാണെങ്കിൽ ഒരിക്കലും ആ എതിരായതായ ഒന്നിനെ ഹംദ് ചെയ്യപ്പെടാൻ പറ്റൂല. അതുപോലെ അഹസ്സാവാനും പാടില്ല. അഹസ്സായി കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രശ്നം വരും? അഹസ്സില്ലാതെ ആമുണ്ടായി എന്നുള്ള പ്രശ്നം അവിടെയും വരും. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വരുമ്പോ ഇത് അഹസ്സില്ലാതെ ആമുണ്ടാകുക എന്ന് പറഞ്ഞാല്, അഹസ്സില്ലാതെ അല്ല അങ്ങനല്ല, അഹസ്സില്ലാതെ ആമുണ്ടാവാം, അഹസ് ഇല്ലാതെ തന്നെ ആമുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ വജൂദുൽ കുല്ലി, അപ്പൊ ഈ കുല്ല് ഉണ്ടാകുക എന്നുള്ളത് വരും മുസ്തറക്കായത്. എങ്ങനെ? ബിദൂനിൽ ജുസീ, അഥവാ ജുസീനെ കൂടാതെ. തമാം മുസ്തറക്കിന്റെ ബയലാവുന്ന ജുസ് ഉണ്ടല്ലോ, അപ്പൊ ആ ജുസ് ഇല്ലാതെ കുല്ലുണ്ടാകുക എന്നുള്ള വിഷയം വരും. അത് ശരിയല്ലല്ലോ. കാരണം ഇപ്പം ഒരു മുസ്തറക്കുല്ലാണല്ലോ, ആ മുസ്തറക്കാവുന്ന ആ ഒന്നും ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? ജുസ് അവിടെ വേണമല്ലോ. ജുസ് ഇല്ലാതെ ഒരിക്കലും ഏതുണ്ടാവില്ല? കുല്ലുണ്ടാവില്ലല്ലോ. മാത്രമല്ല വന്നോ മുഹാലും, അങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞതോ അത് മുഹാലാണ് താനും. അതേപോലെ വല അമ്മ, ഈ പറയപ്പെട്ട ബയല് മുസ്തറക്കിനേക്കാളും അമ്മ ആവാനും പാടില്ല. അമ്മാവാനും പാടില്ലാന്ന്. കാരണം എന്താ? ഈ അന്ന ബയല തമാമിൽ മുസ്തറക്കി,
ഈ തമാമ് മുസ്തറക്കിൽപ്പെട്ടതായ ബഅദ് എവിടെ തമാമ് മുസ്തറക്കിൽപ്പെട്ടതായ ബഅദ് ബൈനൽ മാഹിയത്തി വ നൗഇൻ ആഖറ, ഒരു മാഹിയത്തിന്റെയും ഒരു നൗഇന്റെയും ഇടയിൽ തമാമ് മുസ്തറക്കായ ഒന്നിന്റെ ബഅദ്, എന്തായാലും ഒരു മാഹിയത്തിന്റെയും നൗഇൻ ആഖറ, വേർപ്പ് ഇൻസാനും അതുപോലെ തന്നെ നാത്തിക്കും, അല്ല ഇൻസാനും ഫറസും, അവ രണ്ടിന്റെയും ഇടയിൽ തമാമ് മുസ്തറക്കിൽപ്പെട്ട ബഅദ്, തമാമ് മുസ്തറക്കല്ല തമാമ് മുസ്തറക്കിൽപ്പെട്ട ബഅദാണ് ഏത്? ഹസ്സാസ്. ഈ ബഅദ് ലൗകാന ആമ്മ, ഇത് ആമ്മ ആവാൻ പാടില്ല. ഈ ബഅദ് ആമ്മ ആവാൻ പാടില്ല. ഏതിനേക്കാളും ആമ്മ ആവരുത്, തമാമുൽ മുസ്തറക്കിനേക്കാളും ഏതാവാൻ പാടില്ല? ആമ്മ ആവാൻ പാടില്ല. അപ്പൊ ഈ തമാമ് മുസ്തറക്കിനേക്കാളും ആമ്മ ആവാൻ പാടില്ല. അപ്പൊ ഇപ്പൊ തമാമ് മുസ്തറക്കിൽ ആമ്മ ആയാലോ? അപ്പൊ ലക്കാന, അപ്പൊ ആ ബഅദ് ഉണ്ടാവേണ്ടി വരും മൗജൂദ, ലക്കാന മൗജൂദ, ആ ബഅദ് മൗജൂദാവേണ്ടി വരും. ഈ നൗഇൻ ആഖറ, വേറൊരു നൗഇല് ഈ ബഅദ് ഉണ്ടാവേണ്ടി വരും. ഏതില്ലാതെ? ബിതൂനി തമാമിൽ മുസ്തറക്ക്, തമാമുൽ മുസ്തറക്ക് ഇല്ലാതെ, തമാമുൽ മുസ്തറക്ക് ഇല്ലാതെ. എന്തിനു വേണ്ടി? തഹ്കീഖൽ മാനൽ ഉമൂമി, ഉമൂമിന്റെ മാനാനെ തഹ്കീഖാക്കാൻ വേണ്ടിയിട്ട്. കാരണം ആമ് എന്ന് പറയുന്നത് എപ്പോഴും എന്താവണം? അതിന്റെ ഇടയിൽ കുറെ ഫർദുകൾ ഉണ്ടാവും. ഖുസൂസിയത്തൊക്കെ ആമിന്റെ തഹത്തിലാണ്, അഹസ്സൊക്കെ ആമിന്റെ തഹത്തിലല്ല ഉണ്ടാവുക. അതാണ് ഇതിന്റെ മാനൽ ഉമൂമി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫയക്കൂനു, ആ ബഅദ് ആവണം മുസ്തറക്കൻ ബൈനൽ മാഹിയത്തി, ഒരു മാഹിയത്തിന്റെ ഇടയിൽ അത് മുസ്തറക്കായിട്ട് ഫയക്കൂനു, അപ്പൊ യക്കൂന് മുസ്തറക്കാവും. മനസ്സിലായില്ലേ? വദാലിക നൗഇ, ആ നൗഇന്റെയും ഇടയിൽ. അല്ലദീ, എങ്ങനത്തെ നൗഅ് ആണ്? ഹുവ, ആ പറയപ്പെട്ടതായ നൗഅ് ആകുന്നത്, മനസ്സിലായ? ആ പറയപ്പെട്ടതായ നൗഅ് ആകുന്നത് ബിഇസായി തമാമി, തമാം മുസ്തറക്കിന്റെ ബാക്കിലാണ്. തമാം മുസ്തറക്കിന്റെ ബാക്കിലാണ്, തഹത്തിലാണ്, അതിന്റെ വേറെ ബാക്കിലാണ്. തമാം മുസ്തറക്കിന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല. കാരണം എന്താണ്? ലിവുജൂദിഹി ഫീഹിമാ, ലിവുജൂദിഹി, ഈ പറയപ്പെട്ട ബഅദ് ഉണ്ടായ കാര്യത്തിന് വേണ്ടിയിട്ട് ഫീഹിമാ, ഈ മാഹിയത്തിലുണ്ട്, ആ പറയപ്പെട്ട നൗഇലുണ്ട്. ഇപ്പൊ ഹസ്സാസ് തന്നെ, ഹസ്സാസ് ഇപ്പൊ നാത്ത് ഇൻസാനിലുണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? ഫറസിലുണ്ടല്ലോ. ഇനി ഇമ്മായക്കൂന തമാമൽ മുസ്തറക്കി ബൈനഹുമ, ഇനി ഇവ രണ്ടിന്റെ ഇടയിൽ തമാം മുസ്തറക്കായിട്ട് വരാം. എങ്ങനെ? അതായത് ഇപ്പൊ ഇൻസാന്, അതുപോലെ തന്നെ ഫറസ്, ഈ ഇൻസാനാകുന്ന മായത്തിന്റെയും ഫറസാകുന്ന, ഇൻസാനാകുന്ന മായത്തിന്റെയും ഫറസാകുന്ന നൗഇന്റെയും ഇടയില് തമാമ്, ഈ ബഅദ് ഉണ്ടല്ലോ, ബഅദ് തമാമ് മുസ്തറക്ക് ആവൂലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്. ഇനി തമാമ് മുസ്തറക്ക്, ഈ ബഅദ് തമാമ് മുസ്തറക്കായിട്ട് വരാൻ നോക്കാം. ഈ തമാമ് മുസ്തറക്ക് ആയിട്ട്, ചിലപ്പോ നമ്മൾ മുസ്തറക്കാവാൻ അറിഞ്ഞത്, ബഅദ് മുസ്തറക്കായിട്ട് വരാം. മുസ്തറക്കാണല്ലോ, ഹസ്സാസ് മുസ്തറക്കാണ്. ഹസ്സാസ് എന്ന് പറയുന്നത് ഇൻസാനിന്റെയും അതുപോലെ തന്നെ ഫറസിന്റെയും മുസ്തറക്കാണ്. പക്ഷെ തമാമല്ല, തമാമല്ല എന്ന് മാത്രം. ഇനി നമ്മൾ പറഞ്ഞെന്താണ്? തമാമ് മുസ്തറക്കാവാം. ഈ ബഅദ് തമാമ് മുസ്തറക്കായിട്ട് വരാൻ നിൽക്കുക. ബൈനഹുമായ, ഈ മായത്തിന്റെ നൗഇന്റെ ഇടയിൽ. വഹുവൽ മുഹാലു, അത് പറ്റൂല. അത് മുഹാലാണല്ലോ. ഈ ഹസ്സാസ് എന്നുള്ളത് ഇൻസാനിന്റെയും ഫറസിന്റെയും തമാമ് മുസ്തറക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായില്ലേ? തമാമ് മുസ്തറക്കാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റൂല. വഹുവ മുഹാലിൻ, അത് മുഹാല. എന്തേ കാരണം? ഈ അന്നൽ മുഖദ്ദറ, തീർച്ചയായിട്ടും നമ്മൾ സങ്കല്പിക്കപ്പെട്ട വിഷയം, അന്നൽ ജുസ്, ഒരു ജുസ്, ലൈസ, ആ ജുസ് അല്ല, തമാമൽ മുസ്തറക്ക് ബൈനൽ മാഹിയത്തി വ നൗഇൻ മാ മിനൽ അൻവാഇ, ഒരു മാഹിയത്തിന്റെയും വേറെ ഒരു നൗഇന്റെയും ഇടയിൽ തമാം മുസ്തറക്ക് ആവാത്ത ജുസ്, അതാണല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ജുസ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ജുസ് ഏതാണ്? ഒരു മാഹിയത്തിന്റെയും അതുപോലെ തന്നെ വേറെ നൗഇന്റെയും ഇടയിൽ തമാം മുസ്തറക്കാവാത്തതാണ്. ശരി, അപ്പൊ അത് പറ്റൂല. ഇനിയിപ്പോ ഇമ്മ അല്ലായക്കൂന തമാമൽ മുസ്തറക്കി, ഇനി അതുപോലെ തന്നെ തീരെ തമാം മുസ്തറക്കാവാതെ വരാം. ഈ ബഅദ് തമാം മുസ്തറക്ക് ഇല്ലാതെ വരാം. പക്ഷെ ബൽ ബഅദൻ മിന്നു, അല്ലെങ്കിൽ ആ തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദാണ്,
അങ്ങനെ വരാം. അപ്പോൾ ഫയക്കൂനു മാഹിയത്തു, അപ്പൊ ഈ മാഹിയത്ത് ആവും, മനസ്സിലായില്ലേ? ഫയക്കൂനുലിൽ മാഹിയത്തി, അപ്പൊ മാഹിയത്തിന് ഉണ്ടാവും തമാം മുസ്തറക്ക് ഉണ്ടാവും. ഒരു മാഹിയത്തിന് ഏതുണ്ടാവാത്ത അപ്പൊ ഇൻസാനിക്ക് ഇപ്പൊ തമാം മുസ്തറക്ക് ഉണ്ടാവുമല്ല. അത് ഏതാണ്? പിന്നെ തമാമുൽ മുസ്തറക്ക് ആവൂല, തമാമാ മുസ്തറക്ക് എന്ന് വേണം. കിതാബിൽ അവിടെ തെറ്റാണ്. ഫയക്കൂനുലിൽ മാഹിയത്തി തമാമാ മുസ്തറക്ക് എന്ന് വേണം. മനസ്സിലായ? മാഹിയത്തിനക്ക് 2 തമാം മുസ്തറക്ക് ഉണ്ടാവാം. അതേതാ കുട്ടിയെ 2 തമാം മുസ്തറക്ക്? അഹദുഹുമ, അതിൽ നിന്നുള്ള ഒന്നാമത്തേത്, 2 തമാം മുസ്തറക്കിൽപ്പെട്ടതായ ഒന്നാമത്തേത് ഏതാണ്? തമാമുൽ മുസ്തറക്ക് ബൈനൽ മാഹിയത്തി ഒരു മാഹിയത്തിന്റെയും ബൈനൽ നൗഇ ഒരു നൗഇന്റെയും ഇടയിൽ തമാം മുസ്തറക്കായത്. അല്ലദി എങ്ങനത്തെ നൗആണ് ബിസായിഹ, അല്ലദി എങ്ങനത്തെ നൗഅ് ഹുവ, അത് ഏത്? ഈ പറയപ്പെട്ടതായ ബാഗ് ബിസായിഹ, ആ മാഹിയത്തിന്റെ നേരെ താഴ്ത്തിയിലാണ്. പറഞ്ഞു മനസ്സിലായ? അപ്പൊ അതാ നമ്മൾ പറഞ്ഞത് ഫയക്കൂനുലിൽ മാഹിയത്തി തമാമുൽ മുസ്തറക്ക്. 2 തമാം മുസ്തറക്ക് ഉണ്ടായിന്ന് വരും. ഒരു തമാം മുസ്തറക്കാണ് നമ്മ പറഞ്ഞത്. വസാനി, വേറൊരു തമാം മുസ്തറക്ക് ഉണ്ടാവും. വേറെ തമാം മുസ്തറക്ക്, ആ തമാം മുസ്തറക്ക് ഏതാണ്? തമാമുൽ മുസ്തറക്ക് ബൈനഹുമാ വ ബൈന നൗഇൻ സാനി, ഒരു മാഹിയത്തിന്റെയും ഒരു നൗഇന്റെയും വേറെ ഒരു രണ്ടാമത്തെ നൗഇന്റെയും ഇടയിൽ ഏതായിട്ട് വരാ? തമാം മുസ്തറക്കായിട്ട് വരവായത്. അതിൽ എങ്ങനത്തെ നൗആണ്? വബിസായി തമാമിൽ മുസ്തറക്കിൽ അവലി, അത് ഒന്നാമത്തെ തമാം മുസ്തറക്കിന്റെ തഹത്തിലുള്ളതാണ്, കീഴിലുള്ളതാണ്. അപ്പോൾ വൈനൈദിൻ, ഈ സാഹചര്യത്തിൽ വെക്കുമ്പോ ലൗഖാന, അത് ആയാല്, ആ പറയപ്പെട്ട നൗഅ് അല്ലെങ്കിൽ ആ പറയപ്പെട്ട ബാല് ആയാല് ബഅദ തമാമിൽ മുസ്തറക്ക് ബൈനൻ മാഹിയത്തി വൻ നൗഇ സാനി, രണ്ടാമത്തെ നൗഇന്റെയും ഈ മാഹിയത്തിന്റെയും ഇടയില് തമാമുൽ മുസ്തറക്കിൽപ്പെട്ട ബഅലായി വരികയാണെങ്കിൽ, തമാം മുസ്തറക്കായി, ലൗഖാന ബഅദു തമാമിൽ മുസ്തറക്കി, അങ്ങനെ അർത്ഥം വെച്ചാൽ ലൗഖാന ബഅദു തമാമിൽ മുസ്തറക്കി, തമാം മുസ്തറക്കിൽപ്പെട്ട ബഅലായി, മനസ്സിലായില്ലേ? ഏത്? ബൈനൽ മാഹിയത്തി, ഒരു മാഹിയത്തിന്റെയും വേറെ രണ്ടാമത്തെ നൗഇന്റെയും ഇടയിലുള്ള തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദ് അമ്മ മിൻഹു, ഈ തമാം മുസ്തറക്കിനേക്കാളും എന്തായിട്ട് വന്നു? അമ്മായിട്ട് വന്നു എന്ന് വെക്കുക. അങ്ങനെ അമ്മായിട്ട് വന്നാലോ ലഖാന, അപ്പൊ ഈ പറയപ്പെട്ടതായ ഈ തമാമുൽ മുസ്തറക്ക്, മനസ്സിലായില്ലേ? ഈ തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദ് ആവേണ്ടി വരും മൗജൂദൻ ഫീ നൗഇൻ ആഖർ, അത് വേറൊരു നൗഇനും എന്താവേണ്ടി വരും? ഉണ്ടാവേണ്ടി വരും. ഏതില്ലാതെ? ബിദൂനി തമാമിൽ മുസ്തറക്കി സാനി, രണ്ടാമത്തെ തമാം മുസ്തറക്ക് കൂടാതെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിലോ ഫയക്കൂന മുസ്തരിക്കൻ മുസ്തറക്കൻ ബൈനൽ മാഹിയത്തി വ ബൈനൻ നൗഇ സാനി. അപ്പൊ അങ്ങനെ വെക്കുമ്പോ എന്താവും? തസൽസുൽ വരും. അല്ലദീ ഹുവ ബിഇസായി തമാമിൽ മുസ്തറക്കി സാനി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഫലൈസ തമാമുൽ മുസ്തറ ഫലൈസ, അപ്പൊ ഈ പറയപ്പെട്ട ബഅദ് ആവൂല. എന്താവൂല? പിന്നെ തമാമൽ മുസ്തറക്കി ബൈനഹുമാ വ ബൈനഹുമാ, ഒരു മാഹിയത്തിന്റെ വേറെ മാഹിയത്തിന്റെയും ഇടയിൽ തമാം മുസ്തറക്കായിട്ട് ഒരിക്കലും വരൂല. ബൽ ബഅദു ബഅദായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ നാത്തിക്ക് തന്നെ, നാത്തിക്ക് ബഅദാണല്ലോ, അതാണ്. ഫയഹ്സുലു തമാമുൽ മുസ്തറക്കി സാനി, അപ്പൊ മൂന്നാമത്തെ തമാം മുസ്തറക്ക് അവിടെ ഉണ്ടായി. അങ്ങനെ വെക്കുമ്പോ ഇനിയും അവിടെ ഏത് വരാ? തമാം മുസ്തറക്ക് ഇങ്ങനെ കൂടി കൂടി വരാ. അപ്പൊ അവിടെ തമാം മുസ്തറക്കിന്റെ ജിഹത്തിലൂടെ ഏത് വരും? തസൽസുൽ വരും. ഇനി ഇതിപ്പോ നമ്മൾ ഏത് തർതീബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ പറയപ്പെട്ട ബഅദ് തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ പറയണ ഇമ്മ യൂജത, ഇനി ഒരു പക്ഷെ എത്തിക്കപ്പെടാം. എന്തിനെ എത്തിക്കപ്പെടാം? തമാമുൽ മുസ്തറക്കി, തമാമുൽ മുസ്തറക്കിന് എന്ത് ചെയ്യാം? എത്തിക്കപ്പെടാം. തമാമുൽ മുസ്തറക്കിന് എന്ത് ചെയ്യാം? എത്തിക്കപ്പെടാം.
ഇലാ ഗൈരി നിഹായ, അറ്റല്ലാതെ പോകും. അല്ലെങ്കിൽ അവ എന്ത് ചെയ്യുക, അറ്റമായി വരും ഇലാ ബഅദി തമാമിൽ മുസ്തറക്കി, തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദിലേക്ക്. എന്ന തമാം മുസ്തറക്കാണ് മുസാവിൽ ലഹു, ആ തമാം മുസ്തറക്കിനോട് മുസാവിയായ. വല്ലവ്വലു മുഹാല് ഗൈറു മുത്തനായി ആയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അപ്പൊ മുസാവിയായ തമാം മുസ്തറക്കിൽപ്പെട്ട ബഅദിലേക്ക് അറ്റമാവണം. അങ്ങനെ പോയി കഴിഞ്ഞാലോ വയില്ലാല തറക്കബത്തിൽ മാഹിയത്തു, ഒരു മാഹിയത്ത് ഉണ്ടാവേണ്ടി വരും. മിന്നജിസായിന് ഗൈറു മുത്തനായിയത്തിന്, ഗൈറു മുത്തനായിയായ ജുസുക്കളാൽ ഒരു മാഹിയത്ത് ഉണ്ടാവേണ്ടി വരും. അപ്പൊ അത് ഒരിക്കലും ശരിയാകത്തില്ല.